എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷു എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലെ. 2-3 ദിവസമായിട്ട് കണിവെക്കാനിലെ ഉണ്ണിയപ്പത്തിന്റെ ഓർഡറും ചുടലും തിരക്കും എല്ലാം കാരണം ഞാനും അമ്മയും ഫുൾ തിരക്കിലായി പോയി. ഇപ്രാവശ്യത്തെ ഉണ്ണിയപ്പത്തിന്റെ ഓർഡർ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരുപാട് കൂടിപ്പോയി. ഏപ്രിൽ 13-ാം തീയതി ഒരു രാത്രിയെല്ലാം ആകുമ്പോൾ തന്നെ നമ്മ ഉണ്ണിയപ്പത്തിന്റെ ഓർഡർ ക്ലോസ് ചെയ്തിനി. അത്രക്കും ഓർഡറാണ് വന്നുകൊണ്ടുണ്ടായിനി. നമ്മളെ ഈ ചെറിയൊരു ചുറ്റുപാട് വെച്ചിട്ട് ചുട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പ്രയാസമാവും. പിന്നെ വന്ന ഓർഡറെല്ലാം സ്നേഹത്തോടെ നമുക്ക് നിരസിക്കേണ്ടി വന്നു കേട്ടാ. വിഷുവിന്റെ തലക്ക് തലേന്ന് രാത്രിക്ക് തന്നെ ആദ്യത്തെ സെറ്റ് കൂട്ട് റെഡിയാക്കിയിട്ടുണ്ടായിനി. വിഷുവിന്റെ തലേന്ന് രാവിലെ പൊലച്ചക്ക് 3 മണിക്ക് ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടി തുടങ്ങിയിട്ടാ. അമ്മയും അനിയത്തിയും ഗീതമ്മയും ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് നിന്നാല് ഗാനക്കേലിയെ എന്തെങ്കിലും വേണ്ടേ. അപ്പൊ ഞാൻ രാവിലത്തേക്കിലെ ദോശയും മുട്ടക്കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇനി ഉച്ചത്തേക്കിലെ ചോറിന്റെയും കറിന്റെ പരിപാടിയും കൂടി വേഗം നോക്കിയിട്ട് വേണം എനിക്ക് അവരുടെ ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട്. ഉണ്ണിയപ്പം രാവിലെ 11 മണി തൊട്ടിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിനി. കുറച്ചുപേര് വീട്ടിൽ നേരിട്ട് വന്നിട്ട് വാങ്ങിയിട്ടുണ്ടായിനി. ബാക്കി ഭൂരിഭാഗവും ഞാൻ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത്. ഇടക്ക് ലോകുട്ടനും അതിക്കുട്ടനെല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിനി കേട്ടാ. അങ്ങനെ ഉച്ചത്തേക്കുള്ള ചോറും കറിയെല്ലാം വേഗം റെഡിയാക്കിയാടും ഞാനും വേഗം ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പത്തിനും അമ്മ ക്ഷീണിച്ച് ഒരു പരിപാടിയിട്ടുണ്ടായിനി. ഞാൻ ഉണ്ണിയപ്പം ചൂടുന്ന ഗ്യാപ്പില് അമ്മ അടുത്ത സെറ്റ് കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിനി കേട്ടാ. പിന്നെ വേറെ വലിയൊരു ഉരുളിയും കൂടി വെച്ചിട്ടുണ്ട്, അതിലും കൂടി ചൂടുന്നുണ്ട്. പിന്നെ ഭയങ്കര ചൂടാന്ന്. ഉച്ചയ്ക്ക് ശേഷമായപ്പോൾ ഗീതമിത പുറത്ത് അടുപ്പത്തുനിന്ന് ചൂടാൻ വേണ്ടി തുടങ്ങിയിട്ടാ. അടുപ്പ് തീയിന്റെ ചൂടും എല്ലാം കൂടി ആവുമ്പോൾ ഭയങ്കര ചൂടാന്നുണ്ടായിനി. വിഷുവിന്റെ തലേന്ന് പൊലച്ചക്ക് 3 മണിക്ക് ചൂടാൻ തുടങ്ങിയ ഉണ്ണിയപ്പം ചുട്ടു തീർന്നത് വിഷുവിന്റെ അന്ന് പൊലച്ചക്ക് രാവിലെ 3 മണിക്കാണ്. ഏകദേശം 6000-ത്തിലധികം ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ടുണ്ടായിനി.